ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഏട്ടത്തി, ഒരു കാര്യം മോളുടെ നാവിലിട്ട് തരാം. മുരുകഭഗവാന്റെ ഭസ്മ ഇത്തിരി നാവിലിരിക്കട്ടെ. പാർവതിയേ, മനോഹര, ഓടിവായോ. ഇവിടെ കൊച്ചിന് വിഷം കൊടുത്ത് കൊല്ലുന്നേ. പാർവതി, മനോഹര, പാർവതി, ഒന്ന് ഓടിവായോ. നമ്മുടെ കൊച്ചിനെ വിഷം കൊടുത്ത് കൊല്ലുന്നേ. മോളെ എടുത്തിപ്പോ വരാമേ. എന്താമ്മേ അപായസാരം മുഴക്കുന്നേ? മിസൈൽ വല്ല വീണോ? എടോ, നമ്മുടെ കൊച്ചിന്റെ നാവിൽ അവള് വിഷം വെച്ച് കൊടുത്തു. മുത്തശ്ശി, വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലേ. മുത്തശ്ശി, മുത്തശ്ശി, അത് ഭസ്മമാണ്. ഞാൻ രാവിലെ മൃഗക്ഷേത്രത്തിൽ പോയപ്പോ കൊണ്ടുവന്നതാ. അവളൊരു തങ്കഭസ്മം കൊണ്ടുവരുന്ന തമ്പുരാട്ടി. എടി, ഇതിൽ വിഷം ചേർത്തിട്ടില്ലേ നീ? അച്ഛൻ, നിത്യമോളുടെ നെറ്റിയിൽ ചന്ദനം തുടരുതെന്ന് പറഞ്ഞ് ശരത്തിനെ വിലക്കിയാണല്ലേ ദേവിക. ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞ് എന്നിട്ട് നാവില് ഭസ്മം ഇടുന്നോ? ആ, അതിന് കുഴപ്പമൊന്നുമില്ല. ഭഗവാന്റെ പ്രസാദമല്ലേ. ഭഗവാൻ പ്രസാദിച്ചതുകൊണ്ടാണല്ലോ മകൾ ഇങ്ങനെ കിടക്കുന്നത്. ഭഗവാൻ പ്രസാദിച്ചോളൂ. എന്റെ കുഞ്ഞെണീറ്റ് നടക്കുകയും ചെയ്യും. അമ്മേ, അമ്മ വാ. ഇവിടെ നമ്മുടെ വാക്കിന് ഒരു വിലയുമില്ല. അവരെ അമ്മായി അച്ഛനും മരുമോളും കൂടെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നമ്മൾ മാറി നിന്ന് കാണുക, സഹിക്കുക, അനുഭവിക്കുക, അത്ര തന്നെ. ഒരു ഭസ്മം. എന്റെ മോളെ പാർവതിയെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഭേദം നടുക്കടലിൽ ചെന്ന് വാഴകൃഷി നടത്തുന്ന. പാർവതി, സത്യത്തിൽ അമ്പലത്തിലെ പ്രസാദമൊന്നും ആയിരിക്കത്തില്ല. പിന്നെ കൈവശം. നമ്മുടെ കൊച്ചു ഒരിക്കലും എണീക്കാതിരിക്കാനുള്ള കൈവശം, കൊച്ചിന്റെ നാക്ക് ചലിക്കാതിരിക്കാനുള്ള കൈവശം. എടി, നിത്യമോള് സംസാരിച്ചാല് സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. നമ്മുടെ സോമനുണ്ടായിരുന്നെങ്കിലേ ഒന്ന് ശംഖ് കറക്കി നോക്കാമായിരുന്നു. പാവം, ഇപ്പൊ ജയിലിൽ ഇരുന്ന് ശംഖ് കറക്കുക. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച് അവൾ അടങ്ങും. ഇവിടെ നിന്ന് മോങ്ങാൻ നിനക്ക് നാണമില്ലേ പാർവതി? നീയല്ലേ പെറ്റതള്ള. നിന്റെ മോളെ ആ കരിങ്കാളി നോക്കണ്ടെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം. അയ്യോ എന്റെ ദൈവമേ, ഇനി എന്റെ അരിമുറുക്ക് പാട്ടിൽ എന്തെങ്കിലും പൊടി അവള് കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവും. എന്നതാ അമ്മേ സഖ്യകക്ഷിയുമായൊരു ചർച്ച? എടാ മനോഹര, കൈവശ ജപിച്ച ഭസ്മം കൊച്ചിന്റെ നാവിൽ കൊടുത്തത് കണ്ടില്ലേ? എന്റെ അമ്മേ, ഒരിക്കലും നേരം വെളുക്കാത്ത ചില പ്രത്യേകതരം ജീവികളുണ്ട്. ഒരിക്കലും വംശനാശ ഭീഷണി സംഭവിക്കുക പോലുമില്ല അവർക്ക്. ആ ഗണത്തിൽ പെടും നിങ്ങൾ 2 പേരും. എടാ മനോഹര, കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ പറ്റൂടാ. സ്തംഭനക്രിയ, മാരണക്രിയ എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? മഹാമാരണങ്ങളെന്ന് കേട്ടിട്ടുണ്ട്, അടുത്തുനിന്ന് കാണുന്നുമുണ്ട്. അമ്മ മനോഹരേട്ടനോട് ഒന്നും പറയാൻ നിക്കണ്ടമ്മേ.
നേരം വെളുക്കാത്തതേ ഈ മനോഹരേട്ടനാ. ഞാൻ എന്റെ വിജ്ഞാനമാടാ മക്കുണ പറഞ്ഞത്. ഒയ്യോ, ഒരു സർവവിജ്ഞാന കോശി. കോശത്തിന്റെ കാര്യം ഇനി എന്തൊക്കെയുണ്ട് വേറെ വിജ്ഞാനപ്രദമായിട്ട്? കൂടോത്രം കൊണ്ട് കുലം മുടിയുമ്പോ നീ പഠിച്ചോളൂ. കൂടോത്രം ചെയ്ത് കുലം മുടിക്കാനാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കൂടോത്രം ചെയ്താൽ പോരെ അമ്മേ? ഇത്രയും കാശൊക്കെ മുടക്കി മിസൈലൊക്കെ വിടേണ്ട കാര്യമുണ്ട്. ഓരോരോ വിജ്ഞാനങ്ങളെ. ഡാഡി ഇങ്ങനെ മൗനി ബാബ കളിച്ച് ഇടവും വലം നടന്നിട്ട് ഒരു കാര്യമില്ല. ആ സ്ത്രീ എന്തിനാണ് വീട്ടിൽ വന്നതെന്നാ എനിക്ക് അറിയേണ്ടത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവര് കരുതിക്കൂട്ടി നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒരു സ്ത്രീ 10-18 വർഷത്തെ പകയുടെ തീക്കനലുകൾ മനസ്സിൽ സൂക്ഷിച്ച് ഡാഡിയെ ചുട്ടരിക്കാൻ വരണമെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണുമല്ലോ. അതേപറ്റി ഡാഡിക്ക് ഒന്നും അറിയത്തില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലല്ലോ. വിശ്വസിക്കില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ അമ്മയുടെ മരണവുമായി സീതാലക്ഷ്മി എന്ന നഴ്സിനും അവരുടെ ഭർത്താവിന്റെ മരണത്തിനും ഒക്കെ കൃത്യമായൊരു ബന്ധമുണ്ടെന്ന്. അക്ഷരം, ഇതൊക്കെ നിന്റെ ഓരോ ധാരണകളാണ്, അല്ല തെറ്റിദ്ധാരണകൾ. എന്തായാലും വന്ന് വന്ന് മഹാവിപത്ത് വീടിന്റെ ഉമ്മറത്ത് വരെ കേറിയിരിക്കുന്ന അവസ്ഥ വരെ എത്തി. നീ മിണ്ടരുത്. നീയും നിന്റെ മകനുമാണ് ഈ കളിക്ക് പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട്. ആഹാ, അപ്പൊ പഴി വഴിയെ പോയവരുടെ തലയിലായി. ഇനിയിപ്പോ ഞാനും എന്റെ മോനും ആണെങ്കിലെന്താ? നിങ്ങൾ വലിയ പരിശുദ്ധനാണെങ്കിലേ എന്തിനാ സീതാലക്ഷ്മിയുടെ മുന്നില് മുട്ടുകറച്ച് നിൽക്കുന്നേ? പോയി പണി നോക്കാൻ പറഞ്ഞൂടെ? എന്താ അക്ഷര? ചോദിക്കേണ്ടത് ഡാഡിയോട് ചോദിക്കണ്ടേ? തൽക്കാലം വേണ്ട. നിങ്ങൾ ഇതെന്തായി പറയുന്നേ? സീതാലക്ഷ്മി തങ്കച്ചിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ആരാണ് അവർക്ക് പിന്നിൽ എന്നൊക്കെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ കണ്ടെത്തും. എന്നിട്ട് ഞാൻ പറയാം നിന്നോട്. നിരഞ്ജനെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത് മതി. സാറിനെ മനസ്സിലാക്കിയിട്ടല്ല, അക്ഷരയ്ക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്. അക്ഷരയുടെ അമ്മയുടെ മരണത്തിന് പിന്നിലെ സത്യം കണ്ടെത്തുമെന്ന്. അതിനു വേണ്ടിയാ